കോൺഗ്രസിന്റെ മുരളീരവുമില്ല, CPIയുടെ സുനിലേട്ടനൊപ്പവുമല്ല. തൃശൂരിൽ ഇത്തവണ SG മാജിക്. വമ്പന്മാരെ അട്ടിമറിച്ച് സുരേഷ് ഗോപിക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 74,686 വോട്ടിന്റെ ഭൂരിപക്ഷം. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി താമര വിരിയിച്ചത്. 2 തോൽവികളിൽ നിന്നും ഊതിക്കാച്ചിയെടുത്തതാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം. അതിനായി സുരേഷ് ഗോപി നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ തോറ്റ സുരേഷ് ഗോപി ആദ്യം ചെയ്തത് താമസം തൃശൂരിലേക്ക് മാറ്റുകയാണ്. പിന്നീട് തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ. ബൂത്ത് തലം മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളുമായുള്ള നിരന്തര സമ്പർക്കം. തൃശൂരിലെ പാർട്ടിക്കാർക്കിടയിൽ SG അനിശ്ചിതനായി. വിഷു കൈനീട്ടവും തെങ്ങും തൈ വിതരണവും മുതൽ 2500-ലധികം കുടുംബയോഗങ്ങൾ വരെ തൃശൂരിൽ സുരേഷ് ഗോപി സജീവമായി. VS സുനിൽകുമാറിനും TN പ്രതാപനുമൊക്കെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആ പൊളിറ്റിക്കൽ സ്പേസ് സുരേഷ് ഗോപിയും സാംസ്കാരിക നഗരിയിൽ ഉണ്ടാക്കിയെടുത്തു. ഒപ്പം സംഘടനാപരമായി BJP പ്രവർത്തകരും കൂടെ നിന്നു. 1275 ബൂത്തിലും നേതാക്കൾക്ക് ചുമതല നൽകി പാർട്ടി 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ചേർത്തെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ BJP പ്രവർത്തകർ വീടുകൾ കയറി. എല്ലാം സുരേഷ് ഗോപിയുടെ മേൽനോട്ടത്തിൽ തന്നെ. അയാൾ വന്നാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന പ്രതീതി ജനങ്ങളിൽ ഉണ്ടാക്കാനായി. ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി വിജയത്തിന് കളമൊരുക്കി. പ്രമുഖ നേതാക്കൾക്കാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നെഞ്ചിൽ കൈവച്ച് തൃശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ട്രോളുകളുടെ പെരുമഴ തന്നെ ഉണ്ടായി. എന്നാൽ ഒടുവിൽ അയാൾ ആ വാക്ക് പാലിച്ചു. 2 തവണയും പരാജയം ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വിജയം കൈവരിച്ചു.